ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഡേറ്റ്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ 2 ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെസിപ്പീസ് ആയിട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഈ ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് 2 ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ ഈന്തപ്പഴം ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തിളപ്പിച്ച പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ നട്ട്സൊക്കെ ഇട്ട് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. നല്ല നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പുതുറ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഡേറ്റ്സിൻ്റെ ഷുഗർ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ തേനും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് സെർവ് ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തത് നേന്ത്രപ്പഴവും ഡേറ്റ്സും കൂടി വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 ഡേറ്റ്സ് ഒക്കെയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പകുതി നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പകുതി നേന്ത്രപ്പഴം കൊണ്ട് നമുക്കൊരു 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി 1 കപ്പ് തണുത്ത പാലും കൂടി ചേർത്ത് കൊടുക്കാം. തിളപ്പിക്കാത്ത പാലാണ് ചേർക്കണത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് വാനില ഫ്ലേവറിൻ്റെ 1 ടേബിൾ സ്പൂൺ ഇനി ഇത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേബിൾ മാജിക്സ്.